ഞങ്ങളുടെ സ്നേഹപിതാവായ ചാവറപിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ ആകാശമോക്ഷത്തിന് സദൃശ്യമാകണമെന്ന് അങ്ങ് ആഗ്രഹിച്ചപ്പോൾ അങ്ങ് സ്വർഗീയ പിതാവിൻ്റെ മക്കളായ നമ്മളെല്ലാവരും ഒരുമിച്ച് മക്കളുടെ വളർത്തലിന് എത്രമാത്രം കരുതലും പ്രാധാന്യവും നൽകണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. കുടുംബങ്ങൾക്ക് ദിനചര്യ പോലും അങ്ങ് വളരെ വ്യക്തമായി ചാവരുളിൽ നൽകിയിട്ടുണ്ട്. 8 മണിക്ക് ഭക്ഷണം കഴിക്കുക, വൈകുന്നേരം ത്രികാല ജപത്തോടുകൂടി പ്രാർത്ഥന ചൊല്ലുക, പ്രാർത്ഥനയ്ക്ക് ശേഷം അരമണിക്കൂർ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്നിരുന്ന് നല്ല പുസ്തകങ്ങൾ വായിക്കുക. പിതാവേ, എത്ര കരുതലോടെയാണ് കുടുംബങ്ങളെ അങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. മാത്രമല്ല, ചീത്ത പുസ്തകങ്ങൾ കുടുംബങ്ങളിൽ സൂക്ഷിക്കുന്നത് വൈക്കോലിൽ തീ സൂക്ഷിക്കുന്നത് പോലെയാണെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് മാധ്യമങ്ങളുടെ വലിയ ഒരു ലോകത്ത് ജീവിക്കുന്ന കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിൽ തകർച്ചകളും മൂല്യച്യുതികളും ഒക്കെ സംഭവിക്കാതിരിക്കാൻ എത്ര കരുതലോടെ ജീവിക്കണമെന്നാണ് അങ്ങ് പഠിപ്പിക്കുന്നത്. ചാവറപിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ മക്കളെ വിശുദ്ധിയിലും അടക്കത്തിലുമൊക്കെ വളർത്താൻ കാരണവന്മാർ എത്രമാത്രം ശ്രദ്ധിക്കണമെന്ന് അങ്ങ് പഠിപ്പിച്ചതൊക്കെ അങ്ങയുടെ മക്കളായ ഞങ്ങൾ കുടുംബങ്ങളിലൂടെ നടന്ന് കുടുംബ പ്രേഷിതത്വത്തിലൂടെ അനേകം കുടുംബങ്ങളെ ബോധ്യപ്പെടുത്തി അവരെ വളർത്തുവാൻ ഇടയാക്കണമേ. പിതാവേ, ഞങ്ങളോടൊപ്പം അങ്ങ് കൂടെ ഉണ്ടാവണമേ. ഞങ്ങളൊന്നു ചേർന്ന് അപ്പനോടൊപ്പം കാരുണ്യനാഥനായ ദൈവത്തെ വാഴ്ത്തിപ്പാടട്ടെ. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യ ശോഭയെ കാണാകണം. കാരുണ്യനാഥനാം ദൈവകുമാരൻ്റെ ആരുണ്യ ശോഭയെ കാണാകണം.